ഹായ് ഫ്രണ്ട്സ്, വരൂ നമുക്ക് സ്പെഷ്യൽ ഡിഷ് ഒന്ന് കാണാം. ഇതാണ് സ്റ്റീൽ കട്ട് ഓട്സ്. എന്താണെന്നറിയില്ല, അതിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന കാരണം നമുക്ക് വായിക്കാൻ പറ്റില്ല. ഇതാണ് സ്റ്റീൽ കട്ട് ഓട്സ്. സാധാരണ ഓട്സ് എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അല്ലേ? സാധാരണ ഓട്സ് എല്ലാവരും പാലിനകത്തിട്ട് അല്ലെ വെള്ളത്തിനകത്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റാണ്. ഇതെനിക്ക് തോന്നുന്നു അങ്ങനെ അത്ര സോഫ്റ്റായിട്ട് എടുക്കുന്നതിൻ്റെ മുമ്പേ ഉള്ള, നമ്മൾ പറയില്ലേ ഏതാണ് ഗോതമ്പിൻ്റെ എന്താണ് ദലിയ ഗോതമ്പിൻ്റെ തന്നെ പല ഇതുണ്ടല്ലോ, ഗോതമ്പ് ഒരുപാട് പൊടിയാക്കുന്നത്, ബ്രോക്കൺ മീറ്റ് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഇതെനിക്ക് തോന്നുന്നു ഹോൾ ഓട്സിൻ്റെ ബ്രോക്കൺ ഓട്സ് ആണെന്നത്. ഇത് വീണ്ടും ഫൈൻ ആക്കുന്നതാണ് നമ്മൾ പാലിലിട്ട് കഴിക്കുന്ന ഓട്സ്. അപ്പോൾ ഈ ഓട്സ് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാനും വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഉപ്പുമാവാണ് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇപ്പം വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ രാവിലെ വെള്ളത്തിലിടും. അപ്പം വൈകിട്ട് നമ്മൾക്ക് ഫ്രൈങ് പാൻ വെച്ചുണ്ടാക്കാം. അതല്ല പെട്ടെന്ന് ഇപ്പോൾ വൈകിട്ട് വന്ന് കുക്ക് ചെയ്യാനാണ് തുടങ്ങുന്നതെങ്കിൽ ഞാൻ പെട്ടെന്ന് അത് കുക്കറിലോട്ടിട്ട് വിസിൽ വരുത്തും. ഒരു വിസിൽ വരുത്തി കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് സിം ചെയ്ത് വെക്കും. ഇതിപ്പോൾ ദാണ്ട് ഞാൻ ഇന്ന് വൈകിട്ടാണ്, ഇത് വൈകുന്നേരമാണ്. അപ്പം ഞാൻ രാവിലെ ഈ ഓട്സ് ഒരു കൈ ഫുള്ള് എടുത്തിട്ട് ഞാൻ വെള്ളം, ഒരാൾക്ക് ഇത്രയും മതി, ഒരു 1/4 കപ്പ് അല്ലെ ഹാഫ് കപ്പ് മതി. അതെടുത്ത് സോക്ക് ചെയ്തിട്ട് രാവിലെ ഇപ്പോൾ സോക്ക് ചെയ്താൽ വൈകിട്ട് എടുക്കാം, വൈകിട്ട് സോക്ക് ചെയ്തെടുത്താൽ രാവിലെ എടുക്കാം. സോക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് കുക്കറിൽ വിസിലിടാം. ഇതിപ്പം കുക്കറിലാണ് ഇടുന്നതെങ്കിലും ഇതിന് വിസിൽ വരുത്തില്ല. ജസ്റ്റ് നമുക്ക് ഫ്രൈങ് പാനിൽ തന്നെ ഉണ്ടാക്കാം. ഇതെന്നിട്ട് ഇതാ സോക്ക് ചെയ്യുമ്പം ഈ ഒരു ഷേപ്പ് വരും. ഇതെന്നിട്ട് സ്ക്വീസ് ചെയ്തിട്ട് ഫ്രൈങ് പാന് എന്തിനകത്തോട്ടാണെങ്കിലും അങ്ങോട്ട് ഇടുക. എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ജസ്റ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. വിസിലൊന്നും വിടേണ്ട കാര്യമില്ല. അപ്പം നമ്മൾക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൻ്റെ നെകക്ക മാത്രം വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞിരിക്കും, ഒരു സ്റ്റിക്കി നേച്ചറാണ്. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഈ കപ്പിന് ഒരു ഹാഫ് കപ്പ് ഓട്സ് ആയിരിക്കും എടുത്തത്. ഞാനൊരു 1 കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. ജസ്റ്റ് വെറുതെ സ്റ്റവിലോട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഒന്ന് ബോയിലായ ശേഷം സിം ചെയ്ത് വെക്കണം. ആണ് സ്റ്റീൽ കട്ട് ഓട്സ് എടുത്തേക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ബോയിലായ ശേഷം സിം ചെയ്ത് വേവിക്കുക. ഇത് നമ്മൾ സോക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇട്ടിട്ട് കുക്കർ വെയിറ്റ് ഇട്ട് ഒരു വിസിൽ വരുത്തി പിന്നെ ഒരു 5 മിനിറ്റ്സ് സിം ചെയ്ത് വേവിക്കും. അപ്പോൾ അത് നമുക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കുറേ വെജിറ്റബിളൊക്കെ ഇതിൻ്റെ കൂടെ വേണം, അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബോയിലായി. ഇനി സിം ചെയ്ത് വെക്കാം. നിങ്ങൾ കുറച്ച് വെള്ളം നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അടിയിൽ കട്ടിയുള്ള പാത്രത്തിൽ വേണം കുക്ക് ചെയ്യാൻ, അടിക്ക് പിടിക്കാതിരിക്കും. ഇനി നമ്മൾക്ക് അത് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് വെജിറ്റബിൾ എടുക്കാം. വേണ്ടിയത് ഒരു ഒണിയൻ, ഒരു ടൊമാറ്റോ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി, പിന്നെ കുറച്ച് ബീൻസ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം. മഷ്റൂം ഉണ്ടെങ്കിൽ അതിടാം. എനിക്ക് ക്യാരറ്റാണ് ഇടാൻ ഏറ്റവും ഇഷ്ടം, പക്ഷേ ക്യാരറ്റ് തീർന്നു പോയി. അപ്പം അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾക്ക് ചേർക്കാം. അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം ഇത് സ്റ്റിക്കി നേച്ചറാണ്. അപ്പോൾ സ്റ്റിക്കി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ സോക്ക് ചെയ്ത കാരണം അധികം നേരം വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്റ്റിക്കി ആയത് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. കുക്കായി നമ്മൾക്ക് ഒരെണ്ണം കയ്യിലെടുത്ത് നോക്കുക. നല്ലപോലെ കുക്കായിട്ടുണ്ട്. കുക്കായിട്ടില്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പറയില്ല, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്യുക. ഞാൻ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഒരു ചെറിയ സവാള, ഒരു ചെറിയ ടൊമാറ്റോ, പിന്നെ ഒരു ഹാഫ് ക്യാപ്സിക്കം, പിന്നെ ഒരു 7-8
ഒരു 6-7 ബീൻസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമ്മൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. എന്ത് വെജിറ്റബിൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണോ അതൊക്കെ ആഡ് ചെയ്യാം. ലീഫി വെജിറ്റബിൾ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പം നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് വെജിറ്റബിൾ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗിൻ്റെ സ്ക്രാമ്പിൾ ഇതിൻ്റെ കൂടെ ചേർക്കാം, ചിക്കൻ ചേർക്കാം, ഫിഷ് കൊള്ളില്ല ചിക്കൻ ചേർക്കാം, പിന്നെ ബീഫ് വേണ്ടിയവർക്ക് ബീഫ് ചേർക്കാം. നോൺ വെജ് വെജ് അങ്ങനെയൊന്നുമില്ല. സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ കൂടെ എന്തും മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. ഇഷ്ടമാണെങ്കിൽ ഫിഷും ചേർക്കാം കേട്ടോ. ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചൊന്ന് കറക്കി സവാള ഇട്ട് കുറച്ച് നേരം തീ ഫ്ലെയിം സിമ്മി വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കുക. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പം ദാണ്ട് കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകും. ഈ ഒരു കളർ വരും. ഈ കളർ വരുമ്പോൾ നമുക്ക് അടുത്ത വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയും ഇതേപോലെ കുറച്ച് നേരം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പം നമുക്ക് അടുത്ത വെജിറ്റബിൾ ഇട്ട് കൊടുക്കും. ഇത് ഏകദേശം ഈ ഒരു പരുവമാകും. ഇതുപോലെ ഇരിക്കുമ്പോൾ ഇനി നമുക്ക് അടുത്ത വെജിറ്റബിൾ അത് ഇട്ട് കൊടുക്കേണ്ടത് ബീൻസാണ്. ബീൻസിൻ്റെ കൂടെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ബീൻസും ക്യാരറ്റും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുക. എൻ്റെ ക്യാരറ്റ് ഇല്ലാത്ത കാരണം ഞാൻ ക്യാരറ്റ് ഇട്ടില്ല. കുറച്ച് നേരം ഇട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്കറിയാമല്ലോ ടോട്ടൽ എത്ര വെജിറ്റബിളാണ് നമ്മുടെ അടുത്തുള്ളതെന്ന്. അതിനനുസരിച്ച് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കുക. സോൾട്ട് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മഞ്ഞൾപ്പൊടി കൊടുക്കാം, കുറച്ച് മുളക് പൊടി കൊടുക്കാം. മുളക് പൊടി ഇഷ്ടമല്ലെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളക് ഇഷ്ടമല്ലാത്തവർക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഇപ്പം ഹൽദി പൗഡർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ഇഷ്ടമില്ലെങ്കിൽ സോൾട്ടിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം. അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ള മസാല ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് വേവിക്കണം. കാര്യം ബീൻസും ക്യാരറ്റും സ്വല്പം വേവുള്ളതായത് കാരണം നമുക്ക് കുറച്ച് നേരം ഇത് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മിക്കവാറും വെന്ത് കാണും. നമ്മൾ വെജിറ്റബിളൊക്കെ വളരെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തത്. ബീൻസും ചെറുതാണ്. അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇടുവാണെങ്കിലും ചെറുതായിട്ടാണ്. അപ്പം നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും എളുപ്പം. ഇപ്പം എനിക്ക് ക്യാപ്സിക്കം അധികം വേവില്ലാത്തത് കാരണം ക്യാപ്സിക്കം ലാസ്റ്റിലാണ് ചേർത്തത്. അപ്പം ക്യാപ്സിക്കം ഇട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്ത ശേഷം സ്വല്പ നേരം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത് നല്ലതാണ്. അപ്പം എല്ലാം എളുപ്പം വെന്ത് കിട്ടും. നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. നമുക്ക് നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ ഇടുകയായിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമയമൊക്കെ കാണാമായിരുന്നു. ഇത് ഞാൻ കുറേ സമയം എടുത്തു. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോഴത്തേനെല്ലാം ഒട്ടി ഇരിക്കാൻ തുടങ്ങി. ചൂടോടെ ഇടുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്കിതിപ്പം നമ്മുടെ മസാലയുടെ കൂടെ ചേർത്ത് ശരിയാക്കി എടുക്കാം. എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ശേഷം സോൾട്ടൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയാലും മതി. കുക്കർ തുറന്ന് നോക്കി സ്റ്റീൽ കട്ട് ഓട്സ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചൂടാക്കി ഇതിനകത്ത് ഒഴിച്ചിട്ട് വെള്ളത്തിൻ്റെ മയം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. പക്ഷെ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് അടച്ചു വെക്കാം. എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി. ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങ ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തേങ്ങ കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം. തേങ്ങ വേണമെന്നില്ല, ഓപ്ഷണലാണ്. എല്ലാം കൂടി ഒന്ന് തടുത്ത് കൂട്ടി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനകത്ത് തേങ്ങ വേണമെങ്കിൽ ഈ സമയത്ത് ഇടാം. അതല്ല കുക്ക് ചെയ്ത് ചിക്കൻ പീസോ മട്ടൻ പീസോ ബീഫോ സ്ക്രാമ്പിളോ ഒക്കെ ഈ സമയത്ത് ഇതിൻ്റെ മുകളിലിടാം. ധനിയ ലീവ്സ് മല്ലിയില വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. എന്നിട്ട് സ്വല്പ നേരം ഒന്ന് അടച്ചു വെക്കുക.
ഏകദേശം ഒരു 3 മിനിറ്റ് ആയി കാണും. സിമ്മിൽ ഇതെല്ലാം കൂടി അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇപ്പം നല്ലതുപോലെ എല്ലാം മിക്സ് ആയി കാണും. എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് നമ്മൾ അടച്ചു വെച്ചത്. അപ്പോൾ നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് എല്ലാം നല്ലപോലെ കുക്കായിട്ടിരിക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പ വഴിക്ക് പെട്ടെന്ന് മുട്ട വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് സ്ക്രാമ്പിൾ പോലെ ആക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏതായാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സാണ് ഈ സ്റ്റീൽ കട്ട് ഓട്സ്. ഇത് നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് മാതിരി ഇരിക്കും, പക്ഷെ കുറച്ച് സ്റ്റിക്കിയാണ്, ഒട്ടിപ്പിടിച്ചിരിക്കും. പക്ഷേ വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഡെക്കറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കഴിക്കാം. അതെല്ലാം ഒന്നും വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സാണ്. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്, അല്ല ഷോപ്പിലൊക്കെ കിട്ടും. ദാ ഇവിടെയാണ്. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് എളുപ്പം ഇതിൻ്റെ കൂടെ തന്നെ സ്ക്രാമ്പിളും ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓരോ ദിവസം ഓരോ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് നിങ്ങളെ ഇത് കാണിച്ചത്. ഇനി നമ്മൾക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ടോ അല്ലെ പ്ലേറ്റിലോട്ടോ ഉടനെ കഴിക്കുന്നത് നല്ലതാണ്. ഉടനെ എപ്പോഴും എല്ലാ ആഹാരം ചൂടോട് കഴിക്കുന്നതാണല്ലോ കൂടുതൽ ടേസ്റ്റ്. അപ്പം നമ്മൾക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സെർവിങ് ബൗൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റാം. മാറ്റിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാറ്റിയ ശേഷം മതി നിങ്ങൾക്ക് ചിക്കൻ ബീക്സ് ഒക്കെ ഇടുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം. കുട്ടികൾക്ക് സ്റ്റീൽ കട്ട് ഓട്സ് ഇഷ്ടപ്പെടില്ല എന്താണെങ്കിലും. കാര്യം ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നിട്ട് പറയണം. അപ്പം നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ആ ബെല്ല് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ബട്ടൺ അല്ല, ഓൾ എന്നവിടെ എഴുതിയിട്ടുണ്ട്, അതും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എല്ലാ വീഡിയോയും കാണാം. പിന്നെ ഇപ്പോൾ ഹൈപ്പുണ്ട്, നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം, പിന്നെ കമൻറ്റ് എഴുതാം. അപ്പം നിങ്ങൾ ഹെൽപ്പ് ചെയ്താലേ ഇതൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു, ബൈ, സീ യു. ഞാൻ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ഓക്കെ, ബൈ.